ഓരോ ദിവസവും ആരാധിക്കേണ്ട ദേവീദേവന്മാർ. ഹിന്ദു വിശ്വാസപ്രകാരം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോരോ ദേവതകൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന സങ്കല്പങ്ങളുടെയും ആഴ്ചയുടെ പ്രത്യേകതകളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ സമർപ്പണം. ഓരോ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള വ്രതങ്ങളും ഉപാസനയും ഈ ദിവസങ്ങളുടെ പ്രത്യേകത അനുസരിച്ചാണ് അനുഷ്ഠിച്ചു വരുന്നത്. ഇനി പറയും വിധമാണ് ദിവസങ്ങളും അന്ന് ഉപാസിക്കേണ്ട ദേവതകളും. ഞായർ, സൂര്യഭഗവാനെ ഉപാസിക്കേണ്ട ദിവസമാണ് ഞായർ. സംസ്കൃതത്തിലും ഹിന്ദിയിലും ഞായർ രവിവാരമാണ്. രവി എന്നാൽ സൂര്യൻ എന്നർത്ഥം. കാലത്തിൻ്റെ കർമ്മസാക്ഷിയായ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനാകുമെന്നാണ് വിശ്വാസം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സൂര്യനെ ഭജിക്കുന്നത് നല്ലതാണ്. ആഗ്രഹ സാഫല്യമാണ് സൂര്യഭഗവാൻ നൽകുന്ന അനുഗ്രഹം. ചുവന്ന പൂക്കളാണ് അർപ്പിക്കേണ്ടത്. നെറ്റിയിൽ രക്തചന്ദനക്കുറി അണിയുന്നതും നല്ലതാണ്. സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നത് ശിവനാണ്. അതിനാൽ ഒപ്പം മഹാദേവനെയും ഭജിക്കുക. ശിവഭജനത്തിന് തിങ്കളാഴ്ച ഉത്തമം. ഉഗ്രകോപിയെന്നാണ് പൊതുവെ കഥകൾ പറയുന്നതെങ്കിലും ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാൻ ശിവൻ. മംഗല്യമാകാത്ത പെൺകുട്ടികൾ ഉത്തമ ഭർത്താവിനെ ലഭിക്കുവാൻ ശിവനെ പ്രാർത്ഥിക്കാറുണ്ട്. വിവാഹിതർ ദീർഘമംഗല്യത്തിനു വേണ്ടിയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും തിങ്കളാഴ്ച വ്രതം നോക്കുകയും ചെയ്യുന്നു. ബുദ്ധി വളർച്ചയ്ക്കും ആഗ്രഹ സാഫല്യത്തിനും തിങ്കളാഴ്ച ഭജനം ഉത്തമം. തിങ്കൾ എന്നാൽ ചന്ദ്രൻ. അതിനാൽ ഒപ്പം പാർവതിയെയും ഭജിക്കുക. ശിവനും പാർവതിക്കും കൂവളത്തില വിശിഷ്ട പുഷ്പമാണ്. ചൊവ്വ, ഗണപതി, ദുർഗ, ഭദ്രകാളി, ഹനുമാൻ എന്നീ ദേവതകളെ ഉപാസിക്കാൻ ഉത്തമമായ ദിവസമാണ്. വിശേഷിച്ചും ഹനുമാനെ. പ്രശ്നകാരകനായ ചൊവ്വയെ ഭജിക്കുന്നത് വഴി ദോഷഫലങ്ങൾ കുറയ്ക്കാനാണ് ചൊവ്വാഴ്ച വ്രതം നോക്കുന്നത്. ചുവപ്പാണ് ഈ ദിവസത്തെ സൂചിപ്പിക്കുന്ന നിറം. ചൊവ്വാഴ്ച ഹനുമാനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെങ്കിലും ചില പ്രദേശങ്ങളിൽ മുരുകനെയും ഭജിക്കുന്നു. ദമ്പതികൾ സന്താനലബ്ധിക്കു വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയുമാണ് ചൊവ്വാഴ്ച വ്രതം നോക്കുന്നത്. ജാതകപ്രകാരം ചൊവ്വാദോഷമുള്ളവർക്ക് ആപത്തുകൾ കുറയ്ക്കാനും ചൊവ്വാവ്രതം സഹായിക്കുന്നു. ബുധൻ, ശ്രീകൃഷ്ണനാണ് ബുധനാഴ്ചയിലെ ഉപാസനമൂർത്തി. ഉത്തരേന്ത്യയിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണാംശമുള്ള വിത്തലമൂരിയെ ആരാധിക്കുന്നു. ചിലയിടങ്ങളിൽ മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നുണ്ട്. സമാധാനപൂർണമായ കുടുംബജീവിതമാണ് ബുധനാഴ്ചയിലെ ശ്രീകൃഷ്ണോപാസനയുടെ ഫലം. പച്ച നിറമാണ് ഈ ദിവസത്തെ കുറിക്കുന്നത്. വ്യാഴം, മഹാവിഷ്ണുവിനും വേദഗുരു ബൃഹസ്പതിക്കും വേണ്ടിയാണ് വ്യാഴാഴ്ചകളിലെ ഉപാസന. മഞ്ഞ പുഷ്പങ്ങളും ഫലങ്ങളുമാണ് അന്ന് സമർപ്പിക്കേണ്ടത്. ധനാഗമവും സന്തോഷകരവുമായ ജീവിതമാണ് വ്യാഴാഴ്ച വ്രതത്തിൻ്റെ ഫലം. വ്യാഴാഴ്ച മഹാവിഷ്ണു വേഷപ്രച്ഛന്നനായി ഭക്തരുടെ സമക്ഷം എത്താറുണ്ടെന്നാണ് വിശ്വാസം. ചിലയിടങ്ങളിൽ ദേവഗുരു ബൃഹസ്പതി ഭക്തരെ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ വർഷിക്കാനെത്തുമെന്നാണ് വിശ്വാസം. വെള്ളി, അമ്മ ദേവതകൾക്കുള്ള പ്രാധാന്യം നൽകുന്ന ദിവസമാണ് വെള്ളി. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വെളുത്ത പുഷ്പങ്ങളാണ് വെള്ളിയാഴ്ച ദേവിക്ക് സമർപ്പിക്കാൻ ഉത്തമം. അന്ന് ഭദ്രകാളിയെയും ദുർഗയെയും ഭജിക്കുന്നത് നല്ലതാണ്. തടസ്സങ്ങൾ നീക്കാനും സന്താനലബ്ധിക്കും സന്തോഷകരമായ കുടുംബജീവിതത്തിനും വെള്ളിയാഴ്ചകളിൽ ദേവിയെ ഭജിക്കുന്നത് ഉത്തമം. ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ശുക്രനും വെള്ളിയാഴ്ച പ്രാധാന്യമാണ്. ജ്യോതിഷപ്രകാരം ശുക്രന് സമ്പത്ത് പ്രദാനം ചെയ്യുന്ന ഘടകമാണ്. തലയിൽ ശുക്രൻ ഉദിക്കുക എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. ശനി, വിശ്വാസികൾ ഏറെ ഭയത്തോടെ വീക്ഷിക്കുന്ന ഗ്രഹമാണ് ശനി. നമ്മെ കുഴപ്പങ്ങളിൽ ചാടിക്കുകയും ധാരാളം ചീത്ത അനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്ന ആളാണ് ശനി എന്ന് കരുതപ്പെടുന്നത്. ശനി ദോഷങ്ങൾ അകലാൻ ശനിയെയും ശനിയുടെ അധിപനായ ശാസ്താവിനെയും ഭജിക്കുന്നത് ഉത്തമം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും ശനി ദോഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. രാവണൻ്റെ പിടിയിൽ നിന്ന് ഒരിക്കൽ ശനിയെ ഹനുമാൻ മോചിപ്പിച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ദ്രോഹിക്കില്ലെന്ന് അന്ന് ശനി ഹനുമാന് വാക്ക് നൽകിയതായി രാമായണം പറയുന്നു. അതുകൊണ്ട് ശനിയാഴ്ച ഹനുമാനെ ഭജിക്കുന്നതും ഉത്തമമാണ്. കറുപ്പ് നിറമാണ് ശനിയാഴ്ച കുറിക്കുന്നത്.